ഫിലിം കണ്ട് ഞാനിപ്പോൾ ഇറങ്ങിയതുള്ളൂ കേട്ടോ. ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം കുറേ നാളിന് ശേഷം നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ആക്ഷനൊക്കെ ഉള്ള ഒരു ഫാമിലി വിത്ത് ആക്ഷനൊക്കെ ഉള്ള ഒരു ഫിലിം കണ്ടു. കാട്ടാഗുസ്തി 1 ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടതല്ല, എൻ്റെ ഫോണാണ് കണ്ടത് കേട്ടോ. അപ്പോഴേ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു തിയേറ്ററിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഫിലിമായിരുന്നു. ഐശ്വര്യലക്ഷ്മിയെ പോലൊരു ആക്ട്രസിന്റെ എടുക്കുന്ന ഇങ്ങനെ ഒരു ഫൈറ്റ് സീൻസ് ഒന്നും ഞാൻ അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് കാട്ടാഗുസ്തി 2 ഇറങ്ങുമ്പോൾ ഒരുപാട് ഫൈറ്റ് സീക്വൻസും അതുപോലെ പലതും പ്രതീക്ഷിച്ചാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. കാരണം വെച്ചാൽ ഫസ്റ്റിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ബ്ലാസ്റ്റ് എന്ന ഫിലിം ഈ അടുത്ത് റിലീസ് ചെയ്തല്ലോ, അതിനേക്കാൾ ഒരുപടി മുകളിലായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷേ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. ഫിലിം വേറൊരു തരത്തിലാണ് കഥ പറഞ്ഞു പോയത്. ഫസ്റ്റ് ഭാഗത്തില് ഒരു സ്ത്രീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ മറന്ന് അല്ല തൊഴിൽ സാധ്യതകളൊക്കെ മറന്ന് ഹസ്ബൻഡിന്റെ കൂടെ ജീവിക്കുന്ന ഒരു രീതി അത്തരത്തിലേക്ക് പോയപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ കരിയറിലേക്ക് വരുന്ന മാറ്റങ്ങളൊക്കെയാണ് സെക്കൻഡ് പാർട്ടിൽ സംവിധായകൻ നമ്മളോട് പറയുന്നത്. നല്ലൊരു സ്റ്റോറി, അതുപോലെ തന്നെ കിട്ടിലെ ആക്ടിംഗ് ആണ് ഐശ്വര്യലക്ഷ്മി, അതുപോലെ തന്നെ വിഷ്ണു വിശാൽ, അതിലൊരു കുട്ടിയുണ്ട്. കുട്ടിയൊക്കെ നന്നായിട്ട് കിട്ടില്ല. ആ കുട്ടിയാണ് ആ ഫിലിമിന് റൺ ചെയ്യുന്നത് ചില ഇടങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ടോ. നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഫിലിം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി ബേസ് ആയിട്ട് തിയേറ്ററിൽ പോയി ഒരു ഫിലിം കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ വീക്കെൻഡിൽ ഇറങ്ങിയ ഫാമിലിക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു ചിത്രമായിരിക്കും. അതിലുപരി ഫിലിമിനെ 2 പോർഷനായിട്ട് മാറ്റുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഒരു ഇത്തിരി നീട്ടി വലിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഇന്റർവെല്ലൊക്കെ വരുമ്പോൾ നമുക്കൊരു ക്ലിക്ക് പോയിന്റ് കിട്ടും. പിന്നെ സെക്കൻഡ് ഹാഫ് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഒന്നുമല്ല കേട്ടോ. ഫസ്റ്റിൽ പക്ഷെ ഐശ്വര്യലക്ഷ്മി ഇത്രത്തോളം പെർഫോമൻസ് ചെയ്യും അല്ലെങ്കിൽ അവളുടെ ഒരു ലെവൽ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരും നമ്മൾ ചിന്തിക്കാതെ സ്ക്രീനിലേക്ക് ഒരു ആക്ഷൻ സീക്വൻസ് വരുമ്പോൾ നമുക്ക് ഉണ്ടായ ഒരു ത്രില്ലിംഗ് മൊമെന്റ് ഉണ്ട്. അത്തരത്തിലൊരു ത്രില്ലിംഗ് മൊമെന്റ് ഒന്നും ഓൾറെഡി നമ്മളിത് പ്രതീക്ഷിക്കുന്നതാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. ഒരു കാട്ടാ ഗുസ്തിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഐശ്വര്യലക്ഷ്മി എന്ന് നമുക്ക് അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫിലിം കാണാൻ പോകുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു ത്രില്ലിംഗ് മൊമെന്റ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഫിലിമിലൂടെ തരാൻ പറ്റിയിട്ടുണ്ട് സംവിധായകനും. ഐശ്വര്യലക്ഷ്മിയുടെ ഔട്ട്പുട്ട് വളരെ വലിയ കൂടുതലാണെന്നൊക്കെയാണ് എനിക്ക് തിയേറ്ററിൽ പേഴ്സണലി തോന്നിയിരിക്കുന്നത്. വിഷ്ണു വിശാലിന്റെ ആക്ടിങ് മോശമെന്നല്ല, അത് വേറൊരു തരത്തിലാണ്. ഇതൊരു ഫാമിലി, പിന്നെ എന്താ പറയാ, ഫാമിലിക്ക് വേണ്ടിയിട്ട് വിഷ്ണു വിശാലിന് വേറൊരു തരത്തിലൊരു സർവീസ്, വൈഫ് വേറൊരു രീതിയിൽ വർക്ക് ചെയ്യുന്നു, പിന്നെ അങ്ങനെയുള്ള ഒരു കുറെ കാര്യങ്ങളും പിന്നെ വൈഫിന്റെ കരിയറിലെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഫിലിം പോകുന്നത്. തിയേറ്ററിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ 15 മിനിറ്റോളം തിയേറ്ററിലിരുന്ന് എന്താ പറയാ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫിലിമാണ്. അതുകൊണ്ട് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, ബ്ലാസ്റ്റ് ഒന്നും ആയിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ ഈ ഫിലിം കാണാൻ പോകരുത്. നേരെ മറിച്ച് നിങ്ങളൊരു നല്ല ഫാമിലി വിത്ത് ആക്ഷൻ ഇത്തിരി കോമഡി ഒക്കെ ഉള്ള ഫിലിം കാണാനാണ് പ്രതീക്ഷിക്കെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് പോവാം. നല്ലൊരു പാട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വിഷ്ണു വിശാലിനെയും ഐശ്വര്യലക്ഷ്മിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അവരുടേതായ ചില മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നന്നായിട്ട് ചെയ്തിട്ടാണ് ഫിലിം കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഒരു ഫിലിം കാണുക. ഫിലിം കണ്ടവരെ ഇതിന്റെ താഴെ നിങ്ങളെ റിവ്യൂസ് കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ ഓക്കെ, ബൈ.